أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. لا حول ولا قوة إلا بالله العلي العظيم. സൂറത്തുൽ വാഖിയ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ 26 ആയത്തുകൾ എടുത്തായിരുന്നു നമ്മൾ നിർത്തിയിരുന്നത്. ഇനി നമുക്ക് എടുക്കാനുള്ളത് 27ാമത്തെ ആയത്ത്. വ അസ്ഹാബുൽ യമീനി മാ അസ്ഹാബുൽ യമീൻ എന്ന് പറഞ്ഞിട്ടാണ് മുമ്പ് പരാമർശിച്ചു പോയ ഒരു ആയത്ത് തന്നെയാണിത്. അള്ളാഹു നാളെ പരലോകത്ത് ചെല്ലുന്ന സമയത്ത് നന്മ തിന്മ എഴുതിയ ഗ്രന്ഥങ്ങൾ നൽകും. അതിൽ ഇടത് കൈയിൽ നൽകുന്നവരെ കുറിച്ചും വലത് കൈയിൽ നൽകപ്പെടുന്നവരെ കുറിച്ചും പരാമർശമുണ്ട്. ആ പരാമർശിക്കുന്നിടത്താണ് പറഞ്ഞത് അസ്ഹാബുൽ യമീൻ, വലത് കൈയിൽ ഗ്രന്ഥം നൽകപ്പെടുന്നവർ. മാ അസ്ഹാബുൽ യമീൻ, അവരുടെ കാര്യം എന്തൊരത്ഭുതകരമാണ്. ഇപ്പോൾ അസ്ഹാബുൽ യമീൻ, കയ്യിൽ ഗ്രന്ഥം നൽകപ്പെടുന്ന ആളുകൾ. മാ അസ്ഹാബുൽ യമീൻ, അവരുടെ കാര്യം എന്തൊരത്ഭുതമാണ്. അവര് നാളെ സ്വർഗലോകത്ത് ഫീ സിദിരി മഖ്ലൂദ്, സ്വർഗത്തിൽ അവരനുഭവിക്കുന്ന അനുഗ്രഹങ്ങളെ അള്ളാഹു എടുത്ത് വിശേഷിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ അത് പറഞ്ഞു തരികയാണ്. ഫി സിദിരിൻ മഖ്ലൂദ്, ഒന്ന് അതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ വസ്ഹാബുൽ യമീൻ എന്നുള്ളതിന് തഫ്സീർ ജലാലൈനി കുറച്ച് മുമ്പ് പരാമർശിച്ചു പോയതായതുകൊണ്ട് ഇവിടെ പ്രത്യേകം വ്യാഖ്യാനമൊന്നും പറയുന്നില്ല. അവിടെ ആലൂസിയോട് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം എടുത്തു വെച്ചിട്ടുണ്ട്. അത് പിന്നെ ഷുറൂഉൻ ഫി ബയാനി തഫാസീൽ ഷുഊനിഹിന, അസ്ഹാബുൽ യമീൻ അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. അള്ളാഹു അവർക്ക് ചെയ്തു കൊടുക്കുന്ന സ്വർഗത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ പരാമർശിക്കാൻ തുടങ്ങുകയാണ് എന്നാണ്. പിന്നെ ആദ്യം അസ്സാബിഖൂന സാബിഖൂൻ പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നന്മ കൊണ്ട് മുൻകടന്ന ആളുകൾക്ക് കിട്ടുന്ന സ്വർഗത്തിലെ സുഖ സൗകര്യങ്ങൾ പരാമർശിച്ചു. ഇനി ഇതിപ്പോൾ അസ്ഹാബുൽ യമീനെ കുറിച്ച് പറയാൻ തുടങ്ങുകയാണ്. ഇനി കുറച്ച് ആയത്തുകൾ കഴിഞ്ഞാൽ അസ്ഹാബു ഷിമാൽ എന്ന് പറഞ്ഞുകൊണ്ട് നാളെ പരലോകത്ത് ഇടത് കൈയിൽ ഗ്രന്ഥം നൽകപ്പെടുന്ന ആളുകൾ, അവർക്ക് കിട്ടുന്ന ശിക്ഷയും പരാമർശിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകൾ പഠിച്ചു കൊടുത്ത് അസ്സാബിഖൂൻ എന്ന് പറഞ്ഞ അള്ളാഹുവിന് ഇബാദത്ത് എടുക്കുന്നതിൽ മുൻകടന്നു പോയ നബിമാരെ കുറിച്ച് പ്രവാചകന്മാർക്കൊക്കെ കിട്ടുന്ന അനുഗ്രഹങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നന്മ ചെയ്തത് കാരണമായിട്ട് വിജയം വരിച്ച ആളുകൾ, അവർക്ക് അള്ളാഹു ഗ്രന്ഥം വലത് കൈയിൽ നൽകുന്നത് കൊണ്ട് അസ്ഹാബുൽ യമീൻ, വലതിൻ്റെ ആളുകൾ, വലത് കൈയിൽ ഗ്രന്ഥം ലഭിക്കുന്ന ആളുകൾ എന്നുള്ള അർത്ഥത്തിൽ വലതുപക്ഷക്കാർ എന്ന് പറയാണ് അസ്ഹാബുൽ യമീൻ. മാ അസ്ഹാബുൽ യമീൻ, അവരുടെ കാര്യം എന്തോ ഒരു അത്ഭുതമാണ് എന്ന് പറഞ്ഞാണ്. അവര് ഫീ സിദിരിൻ മഖ്ലൂദ്, സിദർ എന്ന് പറഞ്ഞിടത്തോടെ തഫ്സീർ ജലാലൈനി ഷജറത്തുൻ നബഖ്, നബഖ് മരം എന്ന് കൊടുത്തിട്ടുണ്ട്. മലയാളത്തിൽ ഒരു എലന്ത മരം എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ വ്യാഖ്യാനം മഖ്ലൂദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാ ഷൗക ഫീഹി, മുള്ളുകളില്ല എന്ന് പറയും. അപ്പോൾ അത് ഏതാ മരം എന്നുള്ളത്, അതും അതിനെക്കുറിച്ചുള്ള കാര്യവും മനസ്സിലാക്കാൻ വേണ്ടി ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി പറഞ്ഞ ഒരു ഭാഗം ഞാൻ അവിടെ എടുത്തു വച്ചിരിക്കുകയാണ്. തഫ്സീർ ജലാലൈനിയിലില്ല, ഖുർത്തുബിയിൽ നിന്ന് ഉള്ള കോട്ടിങ് ഇട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നബിതങ്ങളും സഹാബാക്കളും ഇരിക്കുന്ന സമയത്ത് പലപ്പോഴും ഗ്രാമവാസികളായിരിക്കുന്ന അറബികൾ വരാറുണ്ട്. അവരുടെ നിഷ്കളങ്കമായ ചോദ്യം കാര്യങ്ങളാണ് തുറന്നു പറയും. അതായത് പട്ടണവാസികളുടെ ആ ഒരു അച്ചടക്കമൊന്നും ചില കാര്യങ്ങളിൽ ചോദിക്കുന്നിടത്ത് ഉണ്ടാവില്ല. അവർ നിഷ്കളങ്കരായിട്ട് ആ ഗ്രാമീണ ശൈലിയിൽ കാര്യങ്ങൾ ചോദിക്കും. അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കാനും പറ്റും. അപ്പോൾ സഹാബാക്കളിൽ ചില ആളുകൾ അത് പറയാറുണ്ടായിരുന്നു എന്നാണ്. കാന അസ്ഹാബു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലുൻ ഇന്നഹു ലയൻഫഉനൽ അഅറാബു വമസായിലു, അഅറാബികൾ, ഗ്രാമവാസികളായ അറബികൾ കടന്നു വരുന്നതും അവരുടെ ചോദ്യങ്ങളും ഞങ്ങൾക്ക് പലപ്പോഴും ഉപകാരപ്പെടാറുണ്ട് എന്ന് പറയാണ്. എന്നിട്ട് അവർ പറയാണ് അഖബൽ അറാബിയൻ യോമൻ, ഒരു ദിവസം ഒരു അറാബി കടന്നു വന്നു. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂലിനെ വിളിച്ചിട്ട് പറയാണ്, പിന്നെ പരിശുദ്ധ ഖുർആനിൽ മുഅ്ദിയത്തായിട്ടുള്ള ഉപദ്രവകാരിയായ ഒരു മരത്തെ പരാമർശിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു.
വമാ കുന്തു അറാഫിൽ ജന്നത്തി ഷജറതൻ തുതി സാഹിബ. സ്വർഗത്തിൽ അങ്ങനെ അവിടെ സ്വർഗവാസികളെ ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ പ്രയാസപ്പെടുത്തുന്ന ഒരു മരം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തുകൊണ്ടാണ് ഈ മുള്ളുകൾ നിറഞ്ഞിരിക്കുന്ന ഒരു ചെടിയെ അല്ലെങ്കിൽ ഒരു മരത്തെ സ്വർഗത്തിലുണ്ട് എന്ന് ഖുർആൻ പരാമർശിച്ചത് എന്ന് നിഷ്കളങ്കമായിട്ട് അയറാബി ചോദിക്കാണ്. ഫക്കാല, അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, മാഹിയ, ഏതാണ് ഈ നിങ്ങൾ മനസ്സിലാക്കിയ ഉപദ്രവകാരിയായ മരം എന്ന് ചോദിച്ചു. കാല, അപ്പൊ അയറാബി മറുപടിയാണ് അസിദർ, സിദർ മരമാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് അറബി പറയാം ഫഇന്ന ലഹു ഷൗക്കൻ മുഅദിയൻ, അതിന് ഉപദ്രവകാരിയായ മുള്ളുകളുണ്ട്, ധാരാളമായി മുള്ളുള്ള അതിൻ്റെ അടുത്തുകൂടെ ചെല്ലുന്ന സമയത്ത് കുത്തി തറച്ച് കയറുന്ന മുള്ളുകളുള്ളതാണ്. ഇങ്ങനെ മനുഷ്യരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു മരം അതിന് സ്വർഗത്തിലുണ്ടാവുക എന്നുള്ളത് ഖുർആനിൽ പറഞ്ഞത് എന്തുകൊണ്ടാണ്? അതൊന്നും സ്വർഗത്തിൻ്റെ ഒരു ഇതിന് യോജിച്ചതല്ലല്ലോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്. ഫഖാലപ്പ നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന മറുപടിയാണ്, അലം യഖുലില്ലാഹു തആല ഫി സിദ്രിൻ മഖ്ലൂദ്, അള്ളാഹു പറഞ്ഞത് സിദ്ർ എന്ന് പറഞ്ഞ മരം അവിടെ നിർത്തുകയല്ല ചെയ്യുന്നത്, സിദ്രിൻ മഖ്ലൂദ് എന്നാണ് പറഞ്ഞത്. ഖലദല്ലാഹു തആല ഷൗക്കഹു എന്ന്, ഖലദ പറഞ്ഞു കഴിഞ്ഞാൽ മുറിച്ച് കളഞ്ഞു, ഒഴിവാക്കി കളഞ്ഞു എന്നാണ് ഷൗക്കറിന്റെ മുള്ളിനെ. ഫജഅല മക്കാന കുല്ലി ഷൗക്കത്തിൻ സമറത്തൻ, ആ ഒഴിവാക്കിയ മുള്ളിന്റെ സ്ഥാനത്തൊക്കെ അള്ളാഹു പഴങ്ങളെയാണ് നിറച്ചിട്ടുള്ളത്, പഴങ്ങളെയാണ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ സിദർ എന്ന് കേൾക്കുമ്പോഴേക്ക് നിങ്ങൾ മുള്ള് നിറഞ്ഞ ഒരു മരമാണ് മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ അള്ളാഹു പറഞ്ഞത് ഫി സിദിരി മഹ്ലൂദ് എന്നാ. ശരിക്കും മഹ്ലൂദിന്റെ അർത്ഥം എന്താണ്? ഹലദാറിന് കഴിഞ്ഞാൽ ഒഴിവാക്കി, പിന്നെ എന്താണ്, മുറിച്ചു കളഞ്ഞു എന്നൊക്കെയാണ്. മുള്ളുകളില്ലാത്ത, മുള്ളുകൾ ഒഴിവാക്കിയ സിദർ മരവും ഉണ്ട്. അപ്പോൾ നല്ല മുള്ളുകളൊക്കെ ഒഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞതുപോലെയാണെങ്കിൽ പിന്നെ മുള്ളുകളുടെ സ്ഥാനത്തൊക്കെ പഴങ്ങൾ ഇങ്ങനെ വന്ന് നിൽക്കുന്ന സിദർ മരങ്ങൾ എന്നുള്ളത്. എലന്ത മരം എന്ന് ചില ആളുകളൊക്കെ അതിന് മലയാളം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെല്ലുന്ന സമയത്ത് നന്നായി തഴച്ച് വളർന്നു നിൽക്കുന്ന സിദിർ മരങ്ങളുണ്ട്. ആ മരങ്ങളിൽ നന്നായി മുള്ളുകളുള്ള സ്ഥാനത്തൊക്കെ പഴങ്ങളാണ് നിറഞ്ഞു നിൽക്കുന്നത്. അതാണ് സ്വർഗത്തിലെ സിദിർ മരം, അല്ലാതെ ദുന്യാവിൽ ഇന്ന് ഒരു അനുഭവിക്കുന്ന ആ ഒരു മരം പോലെയല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ അസ്ഹാബുൽ യമീൻ അള്ളാഹു സ്വർഗത്തിലൊരുക്കിയ സൗകര്യത്തിൽ ഫി സിദിരി മഖ്ലൂദ്, മുള്ളുകളെല്ലാം ഒഴിവാക്കിപ്പെട്ട, അതാണ് തഫ്സീർ ജലാലൈനി ലവ് ഷൗക്ക ഫി, ഷൗക്ക പറഞ്ഞ മുള്ള് എന്നാ, അതിൽ മുള്ളുകളില്ല, അങ്ങനത്തെ നബുക്ക് മരം അവിടെ ഉണ്ട്, എലന്ത മരമുണ്ട്, സിദിർ അതിലുണ്ട്. ഇനി അടുത്ത ആയത്ത് വത്തൊല്ലഹി മൻലൂദ് എന്ന്. ത്വല്ലഹ് എന്ന് പറഞ്ഞാൽ അവിടെ തഫ്സീർ ജലാലിനെ കൊടുത്തിട്ടുണ്ട് ഷജറത്തുൽ മൗസ്. മൗസ് എന്ന് പറഞ്ഞാൽ വാഴപ്പഴം. ഷജർ പറഞ്ഞാൽ അതിൻ്റെ അതുണ്ടാകുന്ന, അത് കായ്ക്കുന്ന വാഴ. അപ്പോൾ തൊൽഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഴ. എന്താണ് വാഴപ്പഴത്തിൻ്റെ വാഴയുടെ പ്രത്യേകം അവിടെ പറഞ്ഞിട്ടുള്ളത്? മൻലൂദ് എന്നാണ്. മൻലൂദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുക്കി അടുക്കി വെച്ചത് എന്നാണ്. ബിൽ ഹംലി മിൻ അസ്ഫലിഹി ഇല അലാഹു, അടി മുതൽ മുകൾ ഭാഗം വരെ പഴങ്ങൾ ഇങ്ങനെ വൃത്തിയിൽ മേൽക്കുമേലെയായിട്ട് നിൽക്കുന്ന വാഴ അതിലുണ്ട് എന്നുള്ളത്. അതവിടെ തഫ്സീർ വസീത്ത് കൂടി വൃത്തിയിൽ പറഞ്ഞിട്ടുണ്ട്. തഫ്സീർ ജലാലിനെ എപ്പോഴും ചെറിയ രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് കൊണ്ട് കുറഞ്ഞ വാക്കുകളിൽ ഒതുക്കി നിൽക്കുകയാണ്. തൊല്ലഹ് എന്ന് പറഞ്ഞാൽ ഷജറുൽ മൗസി, മൗസ് എന്ന് പറഞ്ഞാൽ വാഴപ്പഴം, വാഴപ്പഴം കായ്ക്കുന്ന വാഴ അവിടെ ഉണ്ട്. മൻലൂദായിട്ടുള്ളത് ബിൽ ഹംലി മിൻ അസ്ഫലിഹി ഇല അലാഹു, അസ്ഫല് പറഞ്ഞു കഴിഞ്ഞാൽ താഴ്ഭാഗം, താഴ്ഭാഗത്ത് നിന്ന് ഇല അലാഹു മുകൾ ഭാഗം വരെ നിറഞ്ഞു നിൽക്കുന്ന വാഴപ്പഴം നിറഞ്ഞു നിൽക്കുന്ന വാഴ അതിലുണ്ട്. വൻലൂദിന്റെ അർത്ഥം അവിടെ വസീത്ത് വ്യാഖ്യാനിക്കാണ്. അൽ മുത്തറാക്കിബ് ബാളഹു ഫോക്ക ബാള്, ഒന്നിനു മേൽ ഒന്നായിട്ട് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്ന, ബിഹൈസു ഒരു നിലക്ക് സാറ സമറുഹു മുത്തറാസൻ അലഹയത്തിൻ ജമീലത്തിൻ തസുറുനാദിരീൻ, അതിൻ്റെ പഴം ഇങ്ങനെ ഒന്നിനു മേലെ ഒന്നായിട്ട് ഇങ്ങനെ വൃത്തിയിൽ നിൽക്കുന്നുണ്ട്. ജമീലത്തിൻ എന്ന് പറഞ്ഞാൽ സുന്ദരമായിട്ട്, തസുറുനാദിരീൻ കാണുന്നവർക്ക് മനസ്സിൽ സന്തോഷം നൽകുന്ന രീതിയിൽ. ഇപ്പം പിന്നെ നമ്മുടെ നാട്ടിൽ മൗസൂരിപ്പഴമൊക്കെ ഇങ്ങനെ പൊഴുത്ത് നിൽക്കുന്നത് ഇങ്ങനെ ആ പഴത്തിൻ്റെ അടുക്കി വെച്ച രൂപം നോക്കുമ്പോൾ അത് തന്നെ ഒരു ഭംഗിയാണ്. പഴം ഇങ്ങനെ ചെറിയ പഴങ്ങൾ ഇങ്ങനെ വൃത്തിയിൽ ഒരു ചീർപ്പിന് മുകളിൽ മറ്റൊരു ചീർപ്പായിട്ട്, അതായത് അടുക്കി അടുക്കി വെച്ചതുപോലെ നിൽക്കുന്ന, കാണാൻ തന്നെ സൗന്ദര്യമാണ് അതിൻ്റെ.
അതിൻ്റെ അങ്ങനത്തെ വാഴയും, അതായത് പഴങ്ങളെല്ലാം കിട്ടും എന്നുള്ളത് അതിലപ്പുറം അത് കാണാൻ പോലും ഭംഗിയായ രീതിയിൽ അലങ്കരിച്ചുകൊണ്ട് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ടാകും എന്നാണ്. ഇപ്പൊ തല്ലഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഴയും, ഷജറുൽ മൗസി, മൗസ് എന്ന് പറഞ്ഞാൽ വാഴപ്പഴം, വാഴപ്പഴം കായ്ക്കുന്ന മരങ്ങൾ, വാഴ അതിലുണ്ട്. മന്ദൂദായിട്ടുള്ള, അതിപ്പോ അതായത് ബിൽ ഹംലി മിൻ അസ്ഫലിഹി ഇലാലഹു, അടിയിൽ നിന്ന് മുകളിൽ വരെ പിന്നെ അടുക്കി അടുക്കി വെച്ചിരിക്കുന്ന പഴങ്ങളുള്ള വാഴയുണ്ട്. അപ്പോൾ അത് കാണാൻ തന്നെ ഭംഗിയായ രീതിയിൽ നല്ല സുന്ദരമായ രൂപത്തിൽ പഴം ഇങ്ങനെ അടി മുതൽ മേലെ വരെ കായ്ച്ചു നിൽക്കുന്ന കുലകളുള്ള വാഴയും അതിലുണ്ട്. ലില്ലി മംദൂദ്, ലില്ല് എന്ന് പറഞ്ഞാൽ നിഴല് എന്നർത്ഥം, മംദൂദ് എന്ന് പറഞ്ഞാൽ നീണ്ടു കിടക്കുന്ന എന്നർത്ഥം. ഇവിടെ തഫ്സീർ ജലാലിന് അവിടെ ദായിം, സ്ഥിരമായ നിഴലുകൾ. എന്താ അങ്ങനെ പറയുന്നത്? വെളിച്ചം വരുന്ന സമയത്ത് അതിൻ്റെ കൂടെ, വെളിച്ചത്തിൻ്റെ കൂടെ ചൂടും കൂടി വരുമ്പോൾ പ്രശ്നമായിരിക്കും. എന്നാൽ നിഴല് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ആസ്വദിച്ചിരിക്കാൻ കഴിയും, വെളിച്ചം അനുഭവിക്കാനും ചൂടില്ലാതിരിക്കാനും കഴിയും. അത് പക്ഷെ ദുനിയാവിലെ നിഴലുകൾക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. ലില്ലുണ്ട്, നിഴലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോയി ആ നിഴലിൽ അരമണിക്കൂർ ഇരിക്കുമ്പോഴേക്കും സൂര്യൻ ഉദയത്തിലേക്കോ അസ്തമയത്തിലേക്കോ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ടുണ്ടാകും, ആ നിഴല് പോയിക്കൊണ്ടിരിക്കും. സത്യത്തിൽ പകൽ വെളിച്ചത്തിൻ്റെ നിഴലുകൾ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും സൂര്യൻ്റെ സഞ്ചാരത്തിനനുസരിച്ച്. അപ്പോൾ ഒരു സ്ഥലത്ത് നിഴൽ സ്ഥിരമായിട്ട് നിൽക്കുമോ? ഉണ്ടാവില്ല. അപ്പൊ നാളെ സ്വർഗലോകത്ത് ചെല്ലുന്ന സമയത്ത് നല്ല തണലുകളുണ്ട്, നിഴലുകളുണ്ട് എന്ന് പറയുമ്പോൾ, നിഴല് തണൽ, നെല്ല് പറഞ്ഞാല് പിന്നെ തണല്, ആ തണലുണ്ട് എന്ന് പറയുമ്പോൾ അതിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നതാണോ എന്ന് ആലോചിക്കും. അങ്ങനെയല്ല, നെല്ല് പറഞ്ഞപ്പോൾ തന്നെ മംദൂദ്, സ്ഥിരമായി നിൽക്കുന്ന തണലുകൾ എന്ന് പറയും. അപ്പൊ ആ തണല് എന്ത് ചെയ്യൂല? നീങ്ങിപ്പോകൂല. സൂര്യന്റെ തണല്, സൂര്യന്റെ പ്രകാശത്തിൽ നിന്ന് ഒരു തണൽ തേടിക്കഴിഞ്ഞാൽ തണൽ കുറച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അതേസമയം സ്വർഗത്തിൽ അള്ളാഹു സെറ്റ് ചെയ്തിരിക്കുന്ന തണൽ, ആ തണൽ ഒരിക്കലും നീങ്ങിപ്പോകില്ല എന്ന് തഫ്സീർ വസീത്ത് അവിടെ എടുത്തു പറയുന്നുണ്ട്. മുത്തസെ മുമ്പസിത്ത് എന്നൊക്കെയാണ്, വിശാലമായി കിടക്കുന്ന, പരന്ന് കിടക്കുന്ന തണലാണുള്ളത്. ബിഹൈസ്, ഒരു നിലക്ക് ലാ യസൂലു കമാ യസൂലു ളില്ലു ഫി ദുനിയ, ദുനിയാവിലെ നിഴലുകൾ അല്ലെങ്കിൽ തണലുകൾ നീങ്ങിപ്പോകുന്നത് പോലെ നാളെ പരലോകത്ത് ചെല്ലുന്ന സമയത്ത് നീങ്ങിപ്പോകൂല. ദുനിയാവിലാണ് സമയത്ത് അഹല്ലു മഹല്ലു ഷംസ്, ആ സ്ഥാനത്ത് പ്രകാശം വരും. സൂര്യൻ ചലിക്കുന്നതിനനുസരിച്ച് ആ തണൽ മാറിക്കൊണ്ടേയിരിക്കും. നിഴൽ വസ്തു എന്താണോ നമ്മൾ തണലിന് വേണ്ടി മുകളിൽ വെച്ചിരിക്കുന്നത്, അതിൻ്റെ നിഴൽ മാറിക്കൊണ്ടേയിരിക്കും. ആ ഒരവസ്ഥ സ്വർഗത്തിലേതിനില്ല. അപ്പോൾ അവിടുത്തെ ദില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശാശ്വതമായിരിക്കുന്ന ദായിം, അതാണ് തഫ്സീർ ജലാലിന് ഒറ്റ വാക്കിൽ അവിടെ കൊടുത്തത്. ദായിം, സ്ഥിരമായി നിൽക്കുന്ന തണലുകളും ഉണ്ടായിരിക്കും സ്വർഗത്തിൽ. മാ ഇം മസ്കൂബ്, മാ എന്ന് പറഞ്ഞാൽ വെള്ളം, മസ്കൂബ് എന്ന് പറഞ്ഞാൽ ഒലിച്ചു കൊണ്ടിരിക്കുന്ന, അവിടുത്തെ തഫ്സീർ ജലാലിന് ജാരി, ഒഴുകിക്കൊണ്ടിരിക്കുന്ന, ദായിമൻ, സ്ഥിരമായിട്ട്. ഭൂമിയിൽ നമ്മളൊരു വെള്ളം എടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് കിണർ കുഴിച്ചല്, കിണറിന് അടിച്ചെടുത്തുകൊണ്ട്, അല്ലെങ്കിൽ പൈപ്പിൽ വരുന്ന സമയത്ത് അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ച് ടാങ്കിയിൽ അടിച്ചു നിർത്തി അതിൽ നിന്ന് ഇങ്ങനെ എടുത്ത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ സ്വർഗത്തിൻ്റെ സുഖ സൗകര്യങ്ങൾ പറയുന്നിടത്ത് എന്താണ്? നമുക്ക് വെള്ളം എവിടുന്നും എടുത്തു കൊടുക്കാവുന്ന രീതിയിൽ വെള്ളത്തിൻ്റെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കും. അതാണ് ജാരിൻ, ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ദായിമൻ, സ്ഥിരമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന, നിലക്കാതെ ഒലിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം നമുക്ക് കയ്യെത്തും ദൂരത്തിലൂടെ അങ്ങനെ പോയിരിക്കും. ഒരു പ്രയാസവും കൂടാതെ സുഖമായി അതെടുക്കാൻ. ഫീഹ മാഉൻ കസീറും മസ്ബൂബുൻ യജ്രി അലൽ അർള്, ഇവിടെ തഫ്സീർ കൊടുത്തിട്ടുള്ളത് ഭൂമി ഭൂമുഖത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പിന്നെ ധാരാളമായ വെള്ളം ഉണ്ടായിരിക്കും. യഹുദൂന മിൻഹു മാഷാവു, എത്രയാണോ വേണ്ടത് അവർക്ക് എടുക്കാം. ബിദൂനി ജുഹുദിന്, ഒരു പ്രയാസവും കൂടാതെ, ഒരു ഒരു അധ്വാനവും കൂടാതെ, പിന്നെ ക്ഷീണവും കൂടാതെ എടുക്കാവുന്ന രീതിയിൽ ഒലിച്ചു കൊണ്ടിരിക്കുന്ന വെള്ളം സുലഭമായിട്ട് അവിടെ ഉണ്ടായിരിക്കും എന്നുള്ളത്. അതേമാതിരി വെള്ളം കുടിച്ചു കഴിഞ്ഞാലിരിക്കാനുള്ള തണൽ, സ്ഥിരമായ തണലുകൾ ഉണ്ടായിരിക്കും. അതിസുന്ദരമായിട്ട് അള്ളാഹു തയ്യാറാക്കി വെച്ചിരിക്കുന്ന
പഴങ്ങളും അവിടെ ഉണ്ടായിരിക്കും എന്ന് പറയാം. ആ പഴം പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒപ്പം രണ്ട് വ്യാഖ്യാനാണ്. വഫാക്കിഹത്തിൻ കസീറത്തിൻ, ധാരാളം പഴങ്ങളുണ്ട്. അടുത്ത ആയത്തതാണ് 32-ാമത്തെ ആയത്ത്. വഫാക്കിഹത്തിൻ കസീറത്തിൻ, ഫാക്കിഹത്ത് എന്നാൽ പഴം. എല്ലാ ഫ്രൂട്ട്സിനും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന പദമാണ് ഫാക്കിഹത്ത് എന്നുള്ളത്. പിന്നെ ഓരോ ഫ്രൂട്ട്സിന്റെ പേരുകൾ അതായിട്ട് വേറെ പറയണം. അപ്പോൾ ഫാക്കിഹത്തിൻ കസീറത്തിൻ, ധാരാളം പഴങ്ങളും ഉണ്ട്. ആ പഴങ്ങൾ പറയുമ്പോൾ അതിൻ്റെ ഒപ്പം അവിടെ വിശദീകരിച്ചു കൊടുക്കുക, ലാ മഖ്തൂഅത്തിൻ വലാ മംനുഅത്തിൻ. ലാ മഖ്തൂഅത്തിൻ, പറഞ്ഞാൽ നിലച്ചു പോവുക എന്നാണ്. ഫി സമനിൻ, സീസണുകൾ മാറുന്ന സമയത്ത് മാറിക്കൊണ്ടിരിക്കുന്നതാണ് ദുനിയാവിലെ പഴങ്ങൾ. അതേസമയം സ്വർഗത്തിൽ ഫാക്കിഹത്തിൻ കസീറത്തിൻ, ധാരാളം പഴങ്ങളുണ്ട്. ലാ മഖ്തൂഅത്തിൻ, നിലച്ചു പോകാത്ത. വല മംനുഅത്തിൻ, തടയപ്പെടാത്ത. ബിസമനിൻ, വില കൊണ്ട് എന്നവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ദുനിയാവിൽ പഴങ്ങളുണ്ട്. ആ പഴങ്ങൾ പല പഴങ്ങൾക്കും അല്ലെങ്കിൽ അധിക പഴങ്ങൾക്കും അത് ഉണ്ടാകുന്ന ഒരു സീസൺ ഉണ്ട്. ആ സീസണിൽ സമനിൽ അത് സുലഭമായിട്ടുണ്ടാകും, അല്ലാത്ത കാലങ്ങളിൽ കുറവായിരിക്കും. പറ്റേ ഉണ്ടാവാത്ത കാലങ്ങളുണ്ടാവും. ഇനി പുതിയ വിദ്യകൾ ഉപയോഗിച്ചുണ്ടാക്കുകയാണെങ്കിൽ അതിന് പരിമിതമായ സമയത്തുണ്ടാവും. എന്നാലും ഏതെങ്കിലും സമനിൽ, ഏതെങ്കിലും സമയം, സമൻ പറഞ്ഞ സമയം എന്നാണ്, ഏതെങ്കിലും സീസണിൽ ഏതെങ്കിലും സമയത്ത് അത് നിലച്ചു പോകും. ഈ സീസണിൽ അത് ഉണ്ടാവില്ല കേട്ടോ എന്ന് പറയും. നമ്മളുടെയൊക്കെ നാട്ടിൽ പോയി വരുന്ന സമയത്ത് ഇന്നത് കൊണ്ടുവരുമെന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ചില പഴങ്ങൾ, ഞങ്ങളുടെ നാട്ടിൽ ആ പഴത്തിൻ്റെ സീസൺ അല്ല പെട്ടോ എന്ന് പറയേണ്ടി വരും. കാരണം സീസണിൽ രുചികരമായിട്ടുള്ള, ഇപ്പോൾ ഉദാഹരണത്തിന് മാങ്ങ പറയുകയാണെന്നുണ്ടെങ്കിൽ മാങ്ങയുടെ ഒരു സീസൺ ഉണ്ട്. ആ ഒരു സീസണിൽ സമയത്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ നമുക്ക് കൊണ്ടുവന്ന് കൊടുക്കാൻ കഴിയും, നമുക്ക് ഉപയോഗിക്കാൻ കഴിയും, കിട്ടും. അല്ലാത്ത സമയത്തോ, ആ സമയമല്ലാത്ത, ആ സമൻ അല്ലാത്ത, ആ സമയമല്ലാത്ത സമയത്ത് അത് ലഭ്യമല്ല എന്ന് പറയും, നമുക്ക് ലഭ്യമല്ല. അപ്പൊ മഖ്തുവ ആണ്, അത് ലഭ്യമല്ല എന്ന് പറയും. ഇത് ലാ മഖ്തുവത്തിൻ, ലഭ്യമല്ലാതിരിക്കൂല, മുറിഞ്ഞു പോവാതെ കിട്ടിക്കൊണ്ടിരിക്കും. ഇപ്പൊ സ്വർഗത്തില് ഏതെങ്കിലും ഒരു പഴം, ഉദാഹരണത്തിന് ഒരാൾക്ക് ഒരു പഴം കഴിക്കണം എന്നുണ്ടെങ്കിൽ അതിപ്പോ ഈ സീസൺ അല്ല, ഇനി അതിന്റെ സീസൺ വരട്ടെ എന്ന് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ലാ മഖ്തുഅത്തി, നിലക്കാതെ വന്നുകൊണ്ടിരിക്കും. വല മംനുഅത്തി, ഇനി പിന്നെ നമ്മൾ ചില പഴങ്ങൾ ഉണ്ടാവും, പക്ഷേ പലപ്പോഴും നമുക്കതിന്റെ വില കൊണ്ട് വാങ്ങാൻ സാധിക്കില്ല. അത് സാധനം റെഡിയാണ്, പക്ഷെ നമുക്കത് അത് വാങ്ങാനുള്ള കാശില്ലാതെ നമ്മൾ തടയപ്പെടാം. അങ്ങനെ തടയപ്പെടില്ല. വിലയുടെ വിഷയമല്ല, എന്താണോ ആഗ്രഹിക്കുന്നത് അത് ഏത് സീസണിലാണോ ആഗ്രഹിക്കുന്നത് ആ സമയത്ത് കിട്ടും. ഇപ്പോൾ പലപ്പോഴും നമ്മളുടെ ഒന്നിരിക്കൽ സീസൺ അല്ലാത്തത് കൊണ്ട് പണം ലഭ്യമാകാതിരിക്കും. അല്ലെങ്കിൽ ആ സാധനം ലഭ്യമാണ്, അതേസമയം അതിന് കൊടുക്കേണ്ട കാശ് അല്ലെങ്കിൽ അത് കയ്യിലുള്ള ആൾ വിട്ടുകൊടുക്കാൻ ചോദിക്കുന്ന, എന്താണോ ഡിമാൻഡ് വെക്കുന്നത് അത് കിട്ടാതെ പ്രയാസപ്പെടും. ഒരു ഭാഗത്ത് ധാരാളമായിട്ടുണ്ട്, പക്ഷെ അതിലുള്ള ആളുകൾ കൊടുക്കാൻ തയ്യാറാവാതിരുന്നു കഴിഞ്ഞാൽ കിട്ടൂല. അപ്പോ ഈ സ്വർഗത്തിൽ അള്ളാഹു ഒരുക്കിയത് വഫാക്കിഹത്തിൻ കസീറത്തിൻ, ധാരാളം പഴങ്ങൾ. ലാ മഖ്തുഅത്തിൻ, അത് മുറിഞ്ഞു പോകുന്നില്ല, നിലച്ചു പോകുന്നില്ല. ഫീ സമനിൻ, ഒരു കാലത്തും. വലാ മംനുഅത്തിൻ, തടയപ്പെടുന്നുമില്ല. ബി സമനിൻ, വില കൊണ്ട്. അപ്പോൾ ഒരാൾക്ക് കാശില്ലാത്തതിന്റെ പേരിലോ മറ്റെന്തെങ്കിലും തടസ്സത്തിന്റെ പേരിലോ തടയപ്പെടില്ല. ലഭ്യമല്ലാത്തതിന്റെ മേലിൽ നിലച്ചുപോയ കാരണത്താല് കിട്ടാതെ പോവില്ല. എല്ലാ കാലഘട്ടങ്ങളിലും എല്ലാ ആളുകൾക്കും ലഭ്യമായിരിക്കുന്ന രീതിയിൽ വഫാക്കിഹത്തിൻ കസീറത്തിൻ, ധാരാളം പഴങ്ങൾ ഉണ്ടായിരിക്കും. ഫാക്കിയത്തിൻ കസീറത്തിൻ എന്നുള്ളത് ലാ മഖ്തുവത്തിൻ വലാ മംനുഅത്തിൻ, ഐ വഹും ബിജാനിബി കുല്ലി ദാലിക, ഈ അനുഗ്രഹങ്ങളോട് കൂടെ തന്നെ യതലദ്ദൂന ഫിൽ ജന്നത്തി ബിഫാക്കിഹത്തിൻ കസീറത്തിൻ, ധാരാളം പഴങ്ങളെ കൊണ്ട് സ്വർഗത്തിൽ ആസ്വദിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. കഴിക്കാനും ആസ്വദിക്കാനും സാധിക്കും. വഹാദിഹിൽ ഫാക്കിഹത്തു ലൈസത്ത് മഖ്തുഅത്തൻ അൻഹും ഫി വക്തി മിനൽ ഔഖാത്തി, ഒരു സമയത്തും ഒരു സീസണിലും അത് നിലച്ചു പോവുകയില്ല. വല തംനുഅൻ താലിബിഹ മതാ മതലബ, ഒരാൾ എപ്പോൾ ആവശ്യപ്പെടുകയാണെങ്കിലും അത് ലഭിക്കാതെ പോകില്ല. എല്ലാ സീസണിലും എല്ലാ ആളുകൾക്കും സുലഭമായി അവൈലബിൾ ആയിരിക്കും, ലഭ്യമായിരിക്കും ഈ ധാരാളം പഴങ്ങൾ.
അപ്പൊ എല്ലാ ഐറ്റംസ് പഴങ്ങളും എല്ലാ സീസണിലും എല്ലാ ആളുകൾക്കും ലഭ്യമായിരിക്കും എന്നാണ് സ്വർഗത്തിലെ അള്ളാഹുവിന് വേണ്ടി സ്വർഗത്തിലെത്തിയ ആളുകൾക്ക് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്. സ്വർഗത്തിൽ അസാബുൽ യമീൻ എന്ന് നന്മ ചെയ്തത് കാരണം ഗ്രന്ഥം വലത് കൈയിൽ ലഭിച്ച ആളുകൾക്ക് ഇങ്ങനെയായിരിക്കും അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ടാവുക. മാത്രമല്ല അവര് ഫുറുഷിൻ മർഫുഅത്തിൻ, ഉയർന്ന ഫുറുഷുകളിലായിരിക്കും. ഫിറാഷ് ഫുറുഷ് പറഞ്ഞു കഴിഞ്ഞാൽ വിരിപ്പുകള്, ബെഡിന്റെ മുകളിൽ വിരിക്കുന്ന പിന്നെ സാധനങ്ങൾക്കാണ് ഫുറുഷ് എന്ന് പറയാറുള്ളത്. എന്തുകൊണ്ടാണ് മർഫുഅത്തിൻ അല സുറുറി എന്ന് പറഞ്ഞാൽ ഉയർന്നു നിൽക്കുന്ന, ഉയർന്നത് അല സുറുറി, സരീർ സുറുർ കട്ടില് എന്നാണ്. കട്ടിലുകളുടെ മേലില് ഒരാൾക്ക് ചാരി ഇരിക്കണം എന്നുണ്ടെങ്കിൽ അതിന് വരെ വലുപ്പത്തിൽ ഉയർന്നു നിൽക്കുന്ന വിരിപ്പുകളും ആ സ്വർഗ്ഗലോകത്ത് അവർക്കുണ്ടാകുമെന്ന്. അവിടെ ഫുറുഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിറാഷ് ഫുറുഷ് വിരിപ്പുകൾ, മർഫുഅത്തിന് ഉയർന്ന വിരിപ്പുകൾ എന്ന് പറഞ്ഞു. എവിടെ അല സുറുറി, സരീർ സുറുർ കട്ടിലുകളുടെ മേലിൽ ഉയർന്ന വിരിപ്പുകൾ ഉണ്ടാവും. അവിടെ അത്രയേ തഫ്സീർ ജലാലൈനി പറഞ്ഞിട്ടുള്ളൂ. മറ്റൊരു തഫ്സീറിനെ എടുത്ത് വെച്ചാൽ അത് ഇർത്തഫഅ അനിൽ അർളി, അത് നിലത്തുനിന്ന് ഉയർന്നിരിക്കും. ലിയത്തക്കി അലൈഹ അഹ്ലുൽ ജന്ന, സ്വർഗവാസികൾക്ക് അതിൻ്റെ മേൽ ചാരിയിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോ വിരിക്കാനും പറ്റും, ഒന്നും മടക്കി വെച്ച് കഴിഞ്ഞാൽ ഉയർന്ന രീതിയിൽ ചാരിയിരിക്കാനും പറ്റുന്ന രീതിയിൽ ഉയർന്ന വിരിപ്പുകളും ഉണ്ട്. ഇത്രയൊക്കെ ഇങ്ങനെ സൗകര്യങ്ങൾ, ഇപ്പോൾ പഴങ്ങളുടെ സൗകര്യങ്ങൾ പറഞ്ഞു, പിന്നെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഇഷ്ടം പോലെ ഉണ്ട് പറഞ്ഞു. അങ്ങനെ ഓരോരോ സൗകര്യങ്ങൾ പറഞ്ഞതിന് ശേഷം പിന്നെ ഇത് അവിടെ സ്വർഗത്തിലുണ്ടാകുന്ന നേരത്തെയൊക്കെ ചെറുതായി പരാമർശിച്ചു പോയ ഹൂർലിങ്ങളുടെ ഒന്നും കൂടി വിശദീകരണങ്ങൾ എന്ത് ചെയ്യാണ്, പറയാണ്. അതാണ് സൂറത്തുൽ വാഖിയയില് സ്വർഗ നരകങ്ങളുടെ പരാമർശങ്ങൾ, നന്മ ചെയ്ത ആളുകൾക്ക് കിട്ടുന്ന നേട്ടങ്ങൾ ആണ് കുറെ ഭാഗങ്ങളിൽ പറയുന്നത്. അപ്പൊ ആ ഭാഗത്ത് പറയാണ് ഇന്ന ഇനാഹുന്ന, നാം അവരെ സൃഷ്ടിച്ചിരിക്കുന്നു. ഇൻഷാ എൻ, ഒരു സൃഷ്ടിക്കൽ. ഐ, അവിടെ തഫ്സീർ ജലാലിനെ കൊടുക്കുന്നുണ്ട്. അൽ ഹൂറൽ ഐൻ, ഹൂറിലീങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ട്. മിൻ ഗൈരി വില, ഇൻഷാ ഒരു പ്രത്യേക തരം സൃഷ്ടിക്കൽ എന്ന് കിട്ടുമ്പോൾ എല്ലാവരെയും പോലെയല്ല, എന്തൊക്കെയോ ചില പ്രത്യേകത അതിൽ കൊടുക്കുന്നുണ്ട് എന്ന് കിട്ടും. അതിൻ്റെ ഒരു വ്യാഖ്യാനമാണ് മിൻ ഗൈരി വിലാദത്തിൻ. വിലാദത്ത് പറഞ്ഞാൽ പ്രസവം, പ്രസവിക്കൽ കൂടാതെ. അതായത് അള്ളാഹു ദുന്യാവില് മനുഷ്യ വിഭാഗത്തെ നിലനിർത്താൻ വേണ്ടി ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമും അവരുടെ ഇണയായ ഹവ്വാ ബിവി അലൈഹി സ്വലാത്തു വസ്സലാമയും സൃഷ്ടിച്ചതിന് ശേഷം ഇവിടെ പിന്നെ മനുഷ്യകുലം നിലനിൽക്കുന്നത് പ്രസവത്തിലൂടെയും ആ കുട്ടികളെ വളർത്തി അടുത്ത തലമുറയായിട്ടാണ്. എന്നാൽ ഹൂർലിയങ്ങൾ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് മിൻ ഗൈരി വിലാദത്തിൻ എന്നാണ്. ഇങ്ങനെ ഒരാൾ പ്രസവിച്ചു നോക്കിയുണ്ടായതല്ല, അള്ളാഹു അവരെ ആ രീതിയിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്നുള്ളത്. അത് ഒരു വ്യാഖ്യാനാണ്. അത് അതേപോലെ തന്നെ തഫ്സീറുൽ വസീത്തിൽ ഒന്നും കൂടി ഭംഗിയായ രീതിയിൽ അവിടെ വ്യാഖ്യാനിച്ചു വെച്ചിട്ടുണ്ട്. ഇന്ന അൻഷ ഇന്ന, അള്ളാഹു ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു നിസ, ആ സ്ത്രീകളെ, ഹൂർലിയങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ സ്ത്രീകളെ, അൽ മുത്തഹറാത്തി മിൻ കുല്ലി റിജിസിൻ ഹിസ്സിയിൻ ഔ മാനവി. എന്താ അവരുടെ പ്രത്യേകത? അവര് സംശുദ്ധമായവരാണ്. മിൻ കുല്ലി റിജിസിൻ, എല്ലാ മാലിന്യങ്ങളിൽ നിന്നും. ഹിസ്സിയിൻ, അനുഭവിക്കുന്ന പിന്നെ ശരീരത്തിലുള്ള പിന്നെ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ അതൊന്നും ഉണ്ടാവില്ല. ഔ മാനവി, അല്ലെങ്കിൽ മാനസികമായിരിക്കുന്ന ഇതോ ഇല്ല. അങ്ങനെ അവരെ സൃഷ്ടിച്ചു. ഇൻഷാ അൻ ജമീലൻ, സുന്ദരമായ ഒരു സൃഷ്ടിപ്പ്. യഷ്റഹു സുദൂറ, ഹൃദയത്തിന് വിശാലത നൽകുന്ന. അപ്പോ ഇന്ന അൻഷഅനാഹുന്ന ഇൻഷാ, ഞാൻ അവരെ ഒരു സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എന്തൊക്കെയോ പ്രത്യേകതയിൽ എന്നാണ് ഖുർആൻ അവിടെ കിട്ടുള്ളൂ. ആ പ്രത്യേകത എന്താണ് എന്ന് പറയുമ്പോൾ മറ്റുള്ള പിന്നെ ദുന്യാവിലെ കടമ്പകളെ പോലെ ജീവിതത്തിന്റെ കടമ്പകൾ കടന്നവരല്ല അവർ. ഏഹ് അവര് ഇതെങ്ങനെ എങ്ങനെ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ശേഷം വരുന്നത് റുബൻ അത്രാബ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നും ഒരേ പ്രായം നിലനിർത്തിക്കൊണ്ടിരിക്കുന്നവര്, അള്ളാഹു അവരുടെ ഏജിൽ ഡിഫറൻസ് വരുത്തുന്നില്ല എന്ന്. അപ്പോ ഇന്ന അൻഷനാഹുന്ന ഇൻഷാ, നാം അവരെ ഒരു സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അവരെ പറഞ്ഞു കഴിഞ്ഞാൽ ഹോർലിങ്ങളെ. എന്താണ് ആ സൃഷ്ടിപ്പിന്റെ പ്രത്യേകത? ഒരു വ്യാഖ്യാനം മിൻ ഗൈരി വിലാദത്തിൻ, പ്രസവം കൂടാതെയാണ് അവരെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ഒരു വ്യാഖ്യാനം. അല്ലെങ്കിൽ അവരെ നാം ഒരു സൃഷ്ടിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ആ സൃഷ്ടിപ്പിൽ അള്ളാഹു പിന്നെ ഹിസ്സിയായിട്ടോ മാനവിയായിട്ടോ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ഒന്നും ഒരു
ഏഹ്, പിന്നെ രിജസുകളും രിജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതല്ലാത്ത മാലിന്യങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ വരുന്ന ആണ്. അപ്പോൾ ചീത്ത സ്വഭാവങ്ങളോ ചീത്തയായി കാണിക്കുന്ന ശരീര പ്രകൃതികളൊന്നും ഇല്ലാത്ത ഒരു അത്ഭുതകരമായ സംശുദ്ധമായ സൃഷ്ടിപ്പ് അവരെ ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളത്, സംശുദ്ധമായത് എന്നുള്ള അർത്ഥത്തിൽ. ഫജഅൽനാഹുന്ന, അവരെ നാം ആക്കിയിട്ടുണ്ട് അബ്കാറൻ, കന്യകകളാക്കിയിട്ടുണ്ട്. അതായത് അദാരീൻ, അദ്റാ, അദാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കന്യകകൾ എന്നുള്ളത്. എൻ്റെ സിംഗുലർ പറഞ്ഞത് അദ്റാ എന്നാണ്. കുല്ലമ അത്താഹുന്ന സുവാജുഹുന്ന, ഇണകൾ അവരെ സമീപിക്കുമ്പോഴെല്ലാം വജദുഹുന്ന, അവരെത്തിക്കുന്നതാണ് അദാരി, കന്യകകളായിട്ട്. വലാ വജ, എന്നാൽ വേദനകളില്ല. അപ്പോൾ പറയുമ്പോൾ പിന്നെ അപ്പോൾ ഓരോ സമയവും വേദനകളിലൂടെ കടന്നു പോകണോ എന്നുള്ളതിനാണ് വലാ വജ, വേദനയില്ല എന്നവിടെ പറഞ്ഞിട്ടുള്ളത്. വസീത്ത് അവിടെ ഒരു അതിനെ കൊടുത്തിട്ടുള്ളത് ഫസയ്യർനാഹുന്ന അബ്കാറാണ്. അവരെ അള്ളാഹു പ്രത്യേക സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ അവരെ സൃഷ്ടിച്ചത് അള്ളാഹു കന്യകകളായിട്ടാണ് എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഉറുബൻ അത്റാബ, എന്താണ് അവരുടെ പ്രത്യേകത? ഉറുബൻ ഒരു ആണ്, പ്രത്യേകത. അച്റാബ് എന്ന് രണ്ടാമത്തെ ഒരു പ്രത്യേകത. ഓരോന്നിന്റെയും അർത്ഥം അവിടെ തഫ്സീർ ജലാലൈനി. ഉറുബൻ എന്നുള്ളത് മാറ്റിക്കേണ്ടത് ബിളമ്മിർ റാഇ, ഉറുബൻ എന്നാണ് ഒരു വായന. വസുക്കൂനിയ, മറ്റൊരു വായന ഉർബൻ എന്നും വന്നിട്ടുണ്ട്. ജമ്മു ഉറൂബ്, ഉറൂബിന്റെ ജമ്മാണ് ഉറുബെന്നോ. ഉറുബ് എന്ന് റാഇന് സുക്കൂനായിട്ടും ലമ്മായിട്ടും രണ്ട് തരം അത് രീതിയിൽ വായിക്കും. എന്താ അർത്ഥം? വഹിയ അൽ മുത്തഹബിബത്തു ഇലാ സൗജിഹ ഇഷ്ഖൻ ലഹു. ഇഷ്ക് എന്ന പ്രേമം എന്നാണ് അർത്ഥം. ഭർത്താവിനോടുള്ള പ്രേമം കാരണം അങ്ങേ അറ്റം സ്നേഹിക്കുന്ന സ്ത്രീ എന്നാണ്, സ്നേഹിക്കുന്ന പെണ്ണ് എന്നാണ്. വഹിയ, അവൾ അൽ മുത്തഹബിബത്തു ഇലാ സൗജിഹ, ഭർത്താവിനെ സ്നേഹിക്കുന്നവരാണ്. ഇഷ്കൻ ലഹു, അവനോടുള്ള പ്രേമം കാരണമായിട്ട്, അതായത് ധാരാളം സ്നേഹം നൽകുന്നവരാണ് എന്ന് ഉറുബിന്റെ അർത്ഥം. അത്റാബൻ എന്ന് പറഞ്ഞ ജമ്മു തിർബ്, ഐ മുസ്തവിയാത്തും ഫിസിന്നി, ഒരേ പ്രായത്തിലുള്ള, മുസ്തവിയാത്ത് എന്ന് പറഞ്ഞാൽ സമമായവര്, ഫിസിന്നി വയസ്സിൽ സമമായവര് എന്ന് പറഞ്ഞാൽ പിന്നെ കാലങ്ങളും വർഷങ്ങളും കഴിഞ്ഞു പോകുന്നതിനനുസരിച്ച് ദുനിയാവിലെ അവസ്ഥ എന്ന് പറയുന്നത് വാർദ്ധക്യത്തിലേക്കും പിന്നെ തനി വാർദ്ധക്യത്തിൻ്റെ ശുഷ്കിച്ച അവസ്ഥകളിലേക്കൊക്കെ പോകും. അങ്ങനെയല്ല ഇത്. അവരുടെ നിത്യ യൗവനം അവർക്ക് നൽകിയിരിക്കുന്ന അർത്ഥം. ജമ്മു തിർബോഹ മുസ്തവിയാത്തും ഫിസിന്നി, പിന്നെ അവരെല്ലാം വയസ്സിൽ സമമായിട്ടിരിക്കും എന്ന് പറയുന്നത്. ഇത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് ഇവിടെ ഇന്നാഹുന്ന ഇൻഷാ, പിന്നെ നാം അവരെ വജാൽനാഹും അബ്കാറ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഈ ഒരു പരാമർശം എന്നവിടെ കിട്ടും. അതിൻ്റെ ഒന്നുകൂടി അർത്ഥതലങ്ങളിലേക്ക് മനസ്സിലാക്കുന്ന ഒരു ഹദീസ് അവിടെ ഞാൻ എടുത്തു വച്ചിരിക്കുകയാണ്. റവ തുർമുദി അനിൽ ഹസൻ, തുർമുദി ഇമാമ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഒരു തവണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വൃദ്ധയായ ഒരു സ്ത്രീ വന്നു. കേട്ടിട്ടുണ്ടാവും പലപ്പോഴും, പ്രസംഗം കേൾക്കുന്ന ആളുകളാണെങ്കിൽ, ഉസ്താമാരുടെ സംസാരം കേൾക്കുന്ന ആളുകളാണെങ്കിൽ ഈ ഒരു സംഭവം. ഫഖാലത്ത്, മഹദി ചോദിക്കണം, യാ റസൂലല്ലാഹ് അല്ലാഹ തആല യദ്ഖുലനിൽ ജന്ന, അള്ളാഹുവിൻ്റെ റസൂലെ, ഞാൻ സ്വർഗത്തിൽ പോകാൻ വേണ്ടി അങ്ങ് ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, ദുആ ചെയ്യണം, യദ്ഖുലനിൽ ജന്ന, എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ അവരെ ഒന്ന് പറയുകയാണ്, വാർദ്ധക്യത്തിലെത്തിയ നിങ്ങൾ, യാ ഉമ്മു ഫുലാൻ ഇന്നൽ ജന്നത ലാ തദ്ഖുലുഹാ അജൂസ്, സ്വർഗത്തിലേക്ക് വൃദ്ധകൾ ആരും പ്രവേശിക്കൂല എന്ന് പറഞ്ഞു. അപ്പോൾ വല്ലത്ത് തബിക്ക്, മഹദി സങ്കടപ്പെട്ടു പോവുകയാണ്, ഇപ്പം തിരിഞ്ഞു പോരുകയാണ് അങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് എന്താണ്? ലാ തദ്ഖുലുഹാ അജൂസ്, വൃദ്ധ സ്വർഗത്തിലുണ്ടാവില്ല. അപ്പോൾ അവരുടെ സങ്കടം മനസ്സിലാക്കിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബുഖാരി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അഖ്ബിറൂഹ, മഹദിയോട് പറഞ്ഞു കൊടുക്കുക, അന്നഹാ ലാ തദ്ഖുലുഹാ വഹിയ അജൂസ്, വൃദ്ധയായ അവസ്ഥയിൽ സ്വർഗത്തിൽ പ്രവേശിക്കൂല എന്നാണ് പറഞ്ഞത്. ലാ തദ്ഖുലുഹാ, സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, വഹിയ അജൂസ്, ഏതവസ്ഥയിൽ? അവൾ വൃദ്ധയാണ്. ഇന്നല്ലാഹ തആല, അള്ളാഹു പറയുന്നുണ്ട്, ഇന്നാ അൻശഅനാഹുന്ന ഇൻഷാ, നാം അവരെ ഒരു സൃഷ്ടിച്ചിട്ടുണ്ട്. ഫജഅൽനാഹുന്ന അബ്കാറ, നാം അവരെ കന്യകകളാക്കിയിട്ടുണ്ട്.
ഉറുബൻ, ഭർത്താക്കന്മാരെ സ്നേഹിക്കുന്ന അത്രാബൻ, സമപ്രായക്കാരായിട്ടുള്ളവരാക്കിയിട്ടുണ്ട്. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നത്. അതായത് വൃദ്ധകൾ സ്വർഗത്തിൽ കടക്കൂല എന്നുള്ളതല്ല, ആരോഗ്യം പോയി ശുഷ്കിച്ച വനിതകളായിട്ടല്ല വനിതകൾ സ്വർഗത്തിലേക്ക് കടക്കുക. പകരം അള്ളാഹു അവരെ സൃഷ്ടിക്കുന്നതാണ് ഇൻഷാ ഒരു സൃഷ്ടിക്കൽ. ഇപ്പൊ ജഅൽനാഹുന്ന അബ്കാറ, യുവത്വത്തിന്റെ അല്ലെങ്കിൽ ജീവിതത്തിന്റെ ആദ്യഘട്ടങ്ങളിലുള്ള ആ ഒരവസ്ഥയിലേക്ക് മടക്കി വിടുന്നതാണ്. ആ ഒരവസ്ഥയിലായിരിക്കും എന്നർത്ഥം. അപ്പോ ആ ആദ്യ അവസ്ഥയിലുണ്ടാകുന്ന പിന്നെ സ്നേഹവും ബന്ധവും, ഉറുബ് പറഞ്ഞു കഴിഞ്ഞാല് ഭർത്താവിനോട് അങ്ങേയറ്റത്തെ സ്നേഹമുള്ള സമപ്രായക്കാരായിട്ടുള്ള വനിതകളായിട്ടാണ് സ്വർഗത്തിലേക്ക് കടങ്ങുക. ഇങ്ങനത്തെ അവരെ അള്ളാഹു സ്വർഗത്തിലെത്തുന്നവർക്ക് വേണ്ടി തയ്യാർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അല്ലാതെ പിന്നെ ഇതിൽ നിന്ന് മനസ്സിലാകുന്ന കുറെ കാര്യങ്ങൾ, വെറും ഈ ഹോർലിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദുനിയാവിലുള്ളവർ എന്നുള്ളവരല്ല. എന്നാൽ ദുനിയാവിലെ ഭാര്യമാരും കുടുംബവും കുടുംബസമേതം സ്വർഗത്തിൽ പ്രവേശിക്കും. സ്വർഗം എപ്പോഴും എന്തായിരിക്കും? ആ സങ്കല്പത്തിനനുസരിച്ച് സ്വർഗമാകും, ആവണം. എന്നാലേ ആ സ്വർഗത്തിന് അള്ളാഹു മുഅ്മിനീങ്ങൾക്ക് നിങ്ങൾ സൽക്കർമ്മം ചെയ്തു കഴിഞ്ഞാൽ സർവ്വവിധ സുഖ സൗകര്യങ്ങളുമുള്ള സ്വർഗം നൽകാം എന്ന് പറഞ്ഞതാകുള്ളൂ. അത് ഒരാൾക്കുള്ള സ്വർഗം മറ്റൊരാൾക്ക് പ്രയാസമാകുന്ന രീതിയിലാണെങ്കിൽ അത് മറ്റുള്ളവർക്ക് സ്വർഗാവില്ലല്ലോ. സ്വർഗത്തിൽ സൽക്കർമ്മം ചെയ്തുകൊണ്ട് ആണും പെണ്ണും പ്രവേശിച്ചു കഴിഞ്ഞാൽ ആണിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവും എന്ന് ഏതുപോലെയാണോ അതേപോലെ തന്നെ പെണ്ണിനും സ്വർഗം സ്വർഗമായിട്ടിരിക്കും. ഏ അള്ളാഹുവിൻ്റെ ആ ഒരു തീരുമാനം ഏത് വിധിയിലാണ് എന്നുള്ളത് ഏതൊക്കെ നമുക്കെന്ന് പറയാം, പറയാൻ പറ്റുമോ എന്നറിയില്ല. അള്ളാഹു യുവത്വം വേണ്ടവർക്ക് യുവത്വം തിരിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ സ്നേഹം അത് വാനോളം നടക്കുന്നുണ്ട്. ഇപ്പൊ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾക്കറിയാം ആ സമയത്തുണ്ടാകുന്ന ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ ഊഷ്മളതകളും അറ്റാച്ച്മെന്റുകളും ഇതൊക്കെ അള്ളാഹു തിരിച്ചു കൊടുക്കുന്നതാണ് പറയുന്നത്. അപ്പൊ സ്വർഗത്തിൽ കിടക്കുന്നത് ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ സ്വർഗം സ്വർഗമായിരിക്കും. ഒരാൾക്കും സ്വർഗം എന്താവില്ല, സ്വർഗത്തിന്റെ ഉള്ളിൽ പ്രയാസങ്ങളോ നരകങ്ങളോ ഉണ്ടാവില്ല. ഒരു ചീത്ത വർത്തമാനങ്ങൾ ഉണ്ടാവില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം എന്താണ് പിന്നെ അവിടെ ലഹബ് തീം ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. പാഴ്വർത്തമാനങ്ങൾ ഉണ്ടാവില്ല, കുറ്റകരമായ വർത്തമാനങ്ങൾ ഉണ്ടാവില്ല. എല്ലാവരും പരസ്പരം അഭിവാദ്യം അറിയിക്കുന്ന ഇല്ലാ ഖീലൻ സലാമൻ സലാമ, അഭിവാദ്യങ്ങൾ തഹിയ്യത്തുകളാണ് ഉണ്ടായിരിക്കുക എന്നുള്ളത്. അതെല്ലാവർക്കും സ്വർഗം സ്വർഗമായിരിക്കും. അവരുടെയൊക്കെ പിന്നെ എന്തൊക്കെയാണോ സന്തോഷിക്കാൻ വേണ്ടത് അതൊക്കെ അള്ളാഹുവിടെ ഒരുക്കിയിരിക്കും. എന്തൊക്കെയാണോ പ്രയാസപ്പെടുത്തുന്ന ഘടകങ്ങൾ അതെല്ലാം അള്ളാഹു മാറ്റിയിരിക്കും. ഏതളവിൽ എങ്ങനെ എന്നുള്ളത് ചിലതൊക്കെ നമ്മൾ ഇവിടുത്തെ ഭൗതിക സാഹചര്യത്തിൽ ദുന്യാവിൻ്റെ കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയാൽ മനസ്സിലാകില്ല. അതേസമയം നമുക്ക് മനസ്സിലാകുന്നതിനപ്പുറം ആണതുള്ളത്. നിങ്ങൾക്ക് സ്വർഗത്തിൽ ഒരാളുടെ മനസ്സിലും ഉദിക്കാത്ത, ഒരാളുടെ മനസ്സിൽ ചിന്തിച്ചെത്താൻ കഴിയാത്ത രീതിയിലുള്ള സുഖ സൗകര്യങ്ങളാണ് അള്ളാഹു ഒരുക്കിയിട്ടുള്ളത് എന്നറിയും. അപ്പൊ അതെന്താണോ ഒരുപാട് വിവാദത്തെടുത്ത് ഒരു വനിത സ്വർഗത്തിലെത്തി കഴിഞ്ഞാൽ അവിടെ കുറെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ കാണേണ്ടി വരുന്നതാണോ? അങ്ങനെയല്ലുള്ളത്. അള്ളാഹു അത് സ്വർഗമായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അതെല്ലാവർക്കും സ്വർഗം തന്നെയായിരിക്കും എന്ന് ചുരുങ്ങിയ വാക്കിൽ അതവിടെ പറയാം. ഇതൊക്കെ ആർക്ക് ഒക്കെ അവിടെ പറയാനില്ലേ? അസ്ഹാബിൽ യമീൻ, വലതിൻ്റെ ആളുകൾക്കാണ്. അതായത് നന്മ തിന്മ എഴുതിയ ഗ്രന്ഥം വലത് കൈയിൽ നൽകപ്പെടുന്ന ആളുകൾക്കാണ്. ലി അസ്ഹാബിൽ യമീൻ, അതായത് സിലത്ത് അൻഷഇനാഹുന്ന വജഅൽനാഹുന്ന, നാം അവരെ സൃഷ്ടിച്ചിട്ടുണ്ട്, ആക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞില്ലേ. അൻഷ എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചു, അൻഷഇനാഹുന്ന ഇൻഷ എന്നുള്ളത്. വജഅൽനാഹുന്ന അബ്കാർ എന്ന് പറഞ്ഞാൽ നാം ആക്കി. അതൊക്കെ ലി അസ്ഹാബിൽ യമീൻ. അസ്ഹാബുൽ യമീൻ യമീനിന്റെ ആളുകൾക്കാണ്, വലതിന്റെ ആളുകൾക്കാണ്. അതായത് വലത് കയ്യിൽ ഗ്രന്ഥം നൽകപ്പെടുന്ന സ്വർഗത്തിലെത്തുന്ന സൗഭാഗ്യവാന്മാർക്കാണ്. വഹും അവര് ഏതൊക്കെയുള്ളത്? സുല്ലത്തു മിനൽ അവ്വലീൻ വസുല്ലത്തു മിനൽ ആഖിരീൻ.
മുൻഗാമികളിൽ നിന്ന് ഒരു സംഘം ആളുകളുണ്ട്, വസുല്ലത്തുൻ ഒരു സംഘം ആളുകളുണ്ട്, മിനൽ ആഖിരീൻ പിൻഗാമികൾ ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും. അപ്പോൾ മുൻകാലത്ത് കഴിഞ്ഞു പോയ ആളുകളിൽ നിന്നും വലിയൊരു സംഘം ആളുകൾ അങ്ങനെ സ്വർഗത്തിൽ എത്തും. ഈ നമ്മുടെ സമൂഹത്തിൽ നിന്നും, നമ്മുടെ ഉമ്മത്തിൽ നിന്നും, ഉമ്മത്ത് മുഹമ്മദിൽ നിന്നും ഒരു സുല്ലത്ത് ഒരു സംഘം ആളുകൾ ഇങ്ങനെ സ്വർഗത്തിലെത്തും. ഈ ആസ്വാദനങ്ങൾ, ഈ കാര്യങ്ങൾക്കൊക്കെ അവർക്കും സൗഭാഗ്യം ഉണ്ടാവും. ഇനി മൂന്നാമത്തെ വിഭാഗത്തേക്ക് പറയാൻ പോവാണ്. വ അസ്ഹാബു ഷിമാൽ, മ അസ്ഹാബു ഷിമാൽ, ഷിമാലിന്റെ ആളുകൾ, ഇടത് കൈയിൽ ഗ്രന്ഥം നൽകപ്പെടുന്ന ആളുകൾ. പുറകിലൂടെ വന്നിട്ട് കൈ ബാക്കിലേക്ക് പിടിച്ച് കൈ ഇടത് കൈയിൽ വെച്ച് കൊടുക്കും എന്നാണ് പറയുന്നത്. ഗ്രന്ഥത്തിന്റെ പ്രത്യേകത എന്താണ്? ദുന്യാവിൽ നാം ചെയ്തു കൂട്ടിയ കർമ്മങ്ങളെല്ലാം അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന, വിശ്വാസിയായ ഒരാളുടെ ജീവിതം എപ്പോഴും അള്ളാഹു കാണുന്നുണ്ട്, അള്ളാഹു കേൾക്കുന്നുണ്ട്, ഇതെല്ലാം അള്ളാഹു രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് എന്നുള്ള ഒരു ധാരണയാണ് നയിച്ചുകൊണ്ടിരിക്കുക. ഒരു തെറ്റിലേക്കും ആ ഒരു ധാരണ അവനുണ്ടാകുന്ന സമയത്ത് പോകാൻ സാധിക്കില്ല. കാരണം അവൻ ചെയ്യുന്ന തെറ്റുകളൊക്കെ അള്ളാഹു രേഖപ്പെടുത്തി, അത് തിന്മയാണ് കൂടുതലെങ്കിൽ ഇടത് കൈയിലാണ് അവനത് നൽകപ്പെടുന്നത്. അവനാണ് അസ്ഹാബു ഷിമാൽ, ഇടത് കൈയിൽ നൽകപ്പെടുന്ന ആൾ. മാ അസ്ഹാബു ഷിമാൽ, എന്തോ ഒരവസ്ഥയാണ് അവരുടേന്ന്, എന്തോ ഒരു ദൗർഭാഗ്യമാണ് അവരുടെ അവസ്ഥ. മാ അസ്ഹാബു ഷിമാൽ, എന്താണ് അവരുടെ അവസ്ഥ? അവര് ഫീ സമൂം, സമൂം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം റീഹുൻ ഹാറത്തുൻ മിനന്നാരി, നരകത്തിൽ നിന്ന് അടിച്ചു വീശുന്ന അതിശക്തമായ അശക്തമായ ചൂടുള്ള കാറ്റ്. എന്താ അതിന്റെ പ്രത്യേകത? തംഫുദു ഫിൽ മസാമിന, രോമകൂപങ്ങളിലൂടെ, രോമം നിൽക്കുന്നതിന്റെ കുത്തുകളിലൂടെ അതാണ് കയറി ഉള്ളിലേക്ക് പോകുന്ന. അപ്പോൾ ചൂട് കാറ്റ് ഇങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ രോമം നിൽക്കുന്ന രോമക്കുത്തുകൾക്കുള്ളിലൂടെ ഉള്ളിലേക്ക് ചൂട് കയറി പോകുന്ന രീതിയിൽ ശക്തമായ ചൂടുള്ള കാറ്റ് എന്നാണ് സമൂമിന്റെ അർത്ഥം. റിയഹുൻ ഹാറത്തുൻ, ചൂടുള്ള കാറ്റ്, മിനന്നാരി നരകത്തിൽ നിന്ന് വീശുന്ന. തംഫുദു, അത് പിന്നെ ഉള്ളിലേക്ക് കയറുന്നതാണ്, ഫിൽ മസാമി രോമകൂപങ്ങളിലൂടെ. ഹമീം, പിന്നെ അവർക്കുള്ളത് ഹമീമാണ്. ഹമീം എന്ന് പറഞ്ഞാൽ മാ ഉൻ ഷദീദുൽ ഹറാറത്ത്, അതിശക്തമായ ചൂടുള്ള വെള്ളം. ഹറാറത്ത് പറഞ്ഞാൽ ചൂട്. മാ ഉൻ ഷദീദുൽ ഹറാറ, ശക്തമായ ചൂടുള്ള ശക്തമായ ചൂടുള്ള വെള്ളം എന്നാണ്. വളില്ലിൻ മിൻ യഹ്മൂം, യഹ്മൂമിന്റെ തണലിലാണ് അവര്. യഹ്മൂം പറഞ്ഞാൽ എന്താണ്? അവിടെ അത് കൊടുത്തു, ദുഹാൻ ഷദീദു സവാദി, ശക്തമായ കറുപ്പുള്ള പുക. ആ പുക കേട്ട് ശ്വാസിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ പ്രശ്നങ്ങളുള്ള ആ പുകയുടെ താഴെയായിരിക്കും നിൽക്കുന്നത്. ഫീ ലില്ലിൻ, അതിൻ്റെ നിഴലിൽ അല്ലെങ്കിൽ തണലിൽ. മിൻ യഹ്മൂം, യഹ്മൂമിൻ്റെ തണലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഹാനും ഷദീദ് സവാദി, ശക്തമായ, സവാദന കറുപ്പ്, കറുപ്പുള്ള ദുഹാൻ എന്ന പുക. ആ പുകയുടെ താഴെയായിരിക്കും. അത് ശ്വസിക്കുന്നതിനും പോലും കഴിയാത്ത രീതിയിൽ പ്രയാസമായിരിക്കും. അതവിടെ ശരിക്കും തണൽ എന്ന് പറയുന്നത് മനുഷ്യനൊരു തണുപ്പ്, ഒരു സമാധാനമൊക്കെ തരാനുള്ളതാണ്. അപ്പോൾ ഒരു വസ്തുവിൻ്റെ നിഴലിൽ പോയി നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു തണുപ്പ് കിട്ടും. ലാ ബാരിദിൻ, ഈ യഹ്മൂമിൻ്റെ കറുത്ത പുകയുടെ തണലിൽ നിൽക്കുന്ന സമയത്ത് ലാ ബാരിദിൻ, ഒരു തണുപ്പും കിട്ടൂല. ബർദ് പറഞ്ഞാൽ തണുപ്പ്, ലാ ബാരി എന്ന് പറഞ്ഞാൽ തണുത്തത്, ലാ ബാരിദ്, അത് തണുപ്പ് നൽകൂല. വല കരീം, ഒരു കാണാനും ഭംഗിയില്ല, ഒരു ആദരവും ബഹുമാനമൊന്നും ഉണ്ടാവില്ല എന്നർത്ഥം. കരീം എന്ന് പറഞ്ഞാൽ മാന്യൻ എന്നാണ് വാക്കിനർത്ഥം. ഇവിടെ ലാ കരീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തഫ്സീർ ജലാലിനോട് ഹസനൽ മന്ദരി, കാണാൻ ഭംഗിയില്ല എന്നാൽ മറ്റുള്ള തണലുകൾ നിൽക്കുന്നത് പോലെ തണുപ്പും നിൽക്കൂല. ലാ ബാരിദി എന്നുള്ളിടത്ത് കഗൈരിഹി മിനല്ലിലാലി, മറ്റു തണലുകളെ പോലെ ഇത് തണുപ്പ് നൽകൂല. കഗൈരിഹി, മിനല്ലിലാലി, തണലുകളിൽ നിന്ന് മറ്റുള്ളതുപോലെ എന്നർത്ഥം. മറ്റുള്ളതുപോലെ ബാരിദ് നൽകൂല, തണുപ്പ് നൽകൂല. ലാ ബാരിദിൻ കഗൈരിഹി, മറ്റുള്ള പോലത്തെ തണുപ്പ് നൽകുന്നതുമല്ല, മിനല്ലിലാലി, നിഴലുകളിൽ നിന്ന്. വല കരീമിൻ, ഒരു കാണാൻ ഭംഗിയുള്ളതുമല്ല എന്നാണ് വ്യാഖ്യാനം. ഹസനൽ മന്ദർ എന്നാണ് തഫ്സീർ ജലാലിന് കൊടുത്തുള്ളത്, കാണാൻ ഭംഗിയുള്ളതുമല്ല. ഇതൊക്കെ ഇങ്ങനെ ശിക്ഷ. അവിടെ അവർക്ക് പിന്നെ തണലുമില്ല, തണുപ്പുമില്ല,
പിന്നെ ശക്തമായി അടിച്ച് വീശുന്ന കാറ്റിൻ്റെ ആ ശക്തമായ ചൂടുള്ള വെള്ളമാണ് ഉണ്ടാകുക. കാറ്റടിച്ച് വീശുമ്പോൾ രോമകൂപങ്ങളിലൂടെ ഉള്ളിലേക്ക് കയറി പോകുന്ന രീതിയിലുള്ള ചൂടുള്ള കാറ്റായിരിക്കും ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞു. കാരണം എന്താ? ഇന്നഹും കാനു കപിലദാലിക മുത്തറഫീൻ. ഇന്നഹും കാനു അവരായിരുന്നു, കപിലദാലിക ഇതിനു മുമ്പ്, മുത്തറഫീൻ. മുത്തറഫീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു കൊടുത്ത അനുഗ്രഹങ്ങൾ ഇങ്ങനെ തെറ്റായ കാര്യങ്ങൾ, അനുഗ്രഹങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ അനുഗ്രഹങ്ങൾ ഉപയോഗിച്ച് പിന്നെ അള്ളാഹുവിനൊന്നും വഴിപ്പെടാതെ തെറ്റായ കാര്യങ്ങൾ ചെയ്ത് നടക്കുന്നവരായിരുന്നു. ഇന്നഹും കാനു അവരായിരുന്നു കപിലകാലത്ത് ഇതിനു മുമ്പ് ഫിദ്ദുന്യ കപില ഇതിനു മുമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ പരലോകത്ത് നിന്നിട്ടുള്ള വർത്താനാണ് അത്. ഇതിനു മുമ്പുള്ള ലോകം ഏതാണ്? ദുന്യാവിലെ ജീവിതം, ഐഹിക ജീവിതം ജീവിക്കുന്ന സമയത്ത് മുത്തറഫീന മുന അമീന അള്ളാഹുവിന്റെ നിയമത്തുകൾ, അനുഗ്രഹങ്ങൾ ഉപയോഗിക്കുന്നവരായിരുന്നു. ലായത്താബൂന ഫിത്താഴത്തി വഴിപ്പെടുന്നതിൽ ഒരു ക്ഷീണവും നേരിടാത്ത ആളുകൾ. വിശ്വാസികൾ അങ്ങനെയല്ല. ശരിക്കുള്ള വിശ്വാസികൾ ഓരോ സമയത്തും ഒരു നിയമത്ത് ഒരു ഭാഗത്തുണ്ടാകും, അള്ളാഹുവിൻ്റെ കൽപ്പന മറ്റൊരു ഭാഗത്തുണ്ടാകും. അപ്പോൾ ആ അള്ളാഹുവിനെ വഴിപ്പെടാൻ താഴ്ത്തിലായും കൊണ്ട്, വഴിപ്പെടുന്നതിലായും കൊണ്ട് ക്ഷീണിക്കുന്നുണ്ടാവും. ഇപ്പോൾ നൂതൊക്കെ എടുത്തു കഴിഞ്ഞു പോയ നോമ്പ്, ഭക്ഷണമൊക്കെ മുമ്പിലുണ്ടായിരിക്കെ അള്ളാഹു സുബഹി മുതൽ മഗ്‌രിബ് വരെ ഭക്ഷണം കഴിക്കണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് ഭക്ഷണം കഴിക്കാതെ ആ അനുഗ്രഹങ്ങൾ, അള്ളാഹു നൽകിയ അനുഗ്രഹം മുമ്പിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിൽ മുത്രഫീങ്ങളായ ആളുകളാണെങ്കിലോ വഴിപ്പെടുന്നതിലൊരു ക്ഷീണം, താബ് എന്ന് പറഞ്ഞാൽ ക്ഷീണം, ഒരു ക്ഷീണവും ഏറ്റുവാങ്ങാതെ അള്ളാഹിൻ്റെ അനുഗ്രഹങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് റമളാൻ മാസത്തിലും സുബഹി മുതൽ വൈകുന്നേരം പകല് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, അതൊരു ഉദാഹരണം പറഞ്ഞതാണ് ഞാൻ. വഴിപ്പെടുന്നതിൽ താബ് നേരിടുന്നതിന് നമുക്ക് സ്പഷ്ടമായൊരു ഉദാഹരണം പറഞ്ഞതാണ്. പിന്നെ അവിടെ മറ്റു തഫ്സീറുകളൊക്കെ, ചില തഫ്സീറുകളോടെ പറഞ്ഞിട്ടുള്ളത് മുത്തറഫീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അള്ളാഹുവിനെതിരെ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക. അള്ളാഹു അനുഗ്രഹമായിട്ട് കാശ് കൊടുത്തു, ആ കാശ് കൊണ്ട് തെറ്റായ കാര്യങ്ങൾ, കള്ള് വാങ്ങി കുടിക്കുക, അല്ലെങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെടാത്ത മാർഗങ്ങളിൽ ആ കാശ് ചെലവഴിച്ചു കൊണ്ടിരിക്കുക, ആസ്വാദനങ്ങൾക്ക് വേണ്ടി ക്ലബ്ബുകളിലും മറ്റൊക്കെ ആയിക്കൊണ്ട് ഇങ്ങനെ പോയിട്ട് സമയവും, അള്ളാഹു നൽകിയ വിലപ്പെട്ട സമയവും അതേപോലെ തന്നെ സമ്പത്തും ഒക്കെ അള്ളാഹുവിന് ഇഷ്ടമല്ലാത്ത മാർഗത്തിലൂടെ ഇങ്ങനെ ചെലവഴിച്ചു കൊണ്ടിരിക്കുക. അതാണ് മുത്തറഫീൻ മുന. അള്ളാഹുവിൻ്റെ നിഅമത്തുകളെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇങ്ങനെ ഉപയോഗിച്ചു കൊണ്ടിരുന്നു. പിന്നെ മുന അമീൻ എന്നുള്ളതോടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ചിലപ്പോൾ നിങ്ങൾ പഠിച്ചു പോയിട്ടുണ്ടാവും. നിഅമത്താനി മഗ്ബൂനും ഫീഹിമ കസീറു മിനന്നാസ്. നിഅമത്താനി, രണ്ട് അനുഗ്രഹങ്ങൾ, അള്ളാഹു നൽകിയ വലിയ രണ്ട് അനുഗ്രഹങ്ങൾ, അത് ഉപയോഗപ്പെടുത്തുന്നതിൽ പലരും പരാജയപ്പെട്ടു പോയിരിക്കുകയാണ്. എന്താണ്? അസ്സിഹത്തു ആരോഗ്യം, അൽ ഫറാഹ് ഒഴിവു സമയം. ഇത് രണ്ടിപ്പോൾ നിങ്ങൾക്കത് പഠിക്കാൻ വേണ്ടി വന്ന് ക്ലാസ് കേൾക്കുന്ന ആളുകളാണ്. ഈ പഠിക്കുന്ന ആളുകൾ ഇതിനുള്ള സമയം, തന്ന സമയവും ആരോഗ്യവും കേൾക്കാനുള്ള കപ്പാസിറ്റിയും ഒക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന നല്ല മാർഗത്തിലാണ്. എന്നാൽ ഇതേപോലെ ഇതേ മീഡിയകൾ ഉപയോഗിച്ചുകൊണ്ട് ഓരോ ആസ്വാദനങ്ങൾക്കുള്ള മാർഗങ്ങൾ കണ്ടും കേട്ടും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അള്ളാഹു നൽകിയ ഇന്നഹും കാനു കബിലദാലിക്, മുമ്പ് ഇവരായിരുന്നു, മുമ്പ് പറഞ്ഞാൽ ദുന്യാവിൽ ജീവിക്കുന്ന സമയത്ത് മുത്തറഫീൻ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ തെറ്റായ മാർഗത്തിലൂടെ ചെലവഴിക്കുന്നവരായിരുന്നു. അതിന് അള്ളാഹുവിനെ വഴിപ്പെടുന്നതിൽ ഒന്നും ചെലവഴിക്കാതെ, ഒരു പ്രയാസവും നേരിടാതെ ജീവിക്കുന്നവരായിരുന്നു. വക്കാനു, അതിപ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പ്രത്യേകത പറയാണ്, വക്കാനു അവരായിരുന്നു യുസിറൂന ഉറച്ചു നിൽക്കുന്നവരായിരുന്നു, അലൽ ഹിൻസിൽ അതെയും വലിയ പാപത്തിൻ്റെ മേൽ. ഹിൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ദമ്പ്, പാപം എന്നാണ്. അൽ അതെയും വലിയ പാപം എന്നാണ്. ഏതാണ് ആ വലിയ പാപം? അവിടെ തഫ്സീർ ജലാനി കൊടുക്കാനായി, അതായത് അശ്ശിർക്ക്. പിന്നെ അള്ളാഹു പല പാപങ്ങളും പുറത്തു തരും, എന്നാൽ ഒരിക്കലും പുറത്തു കൊടുക്കൂല എന്ന് പറഞ്ഞിട്ടുള്ളത് ഷിർക്കാണ്. അള്ളാഹുവിൻ്റെ കൂടെ മറ്റൊരാൾ ദൈവമായിട്ടുണ്ട്, ആരാധ്യ പുരുഷനായിട്ടുണ്ട്, ആരാധനക്ക് അർഹനുണ്ട് എന്ന് വിശ്വസിക്കുന്ന അള്ളാഹുവിൻ്റെ കൂടെ മറ്റൊരാളെ പങ്കു ചേർക്കൽ, അതാണ് ഷിർക്ക്. ആ ഷിർക്ക് എന്താണ്? വലിയ പാപമാണ്. ആ പാപത്തിൻ്റെ മേൽ അവർ ഉറച്ചു നിന്നു. വക്കാനു യുസിറൂന അലൽ ഹിൻസി. ഹിൻസ് എന്ന് പറഞ്ഞാൽ അദ്ദംബ്, പാപത്വം, കുറ്റം. അല്ല അതെയും വലിയ പാപത്തിൻ്റെ മേൽ, വലിയ കുറ്റത്തിൻ്റെ മേൽ ഉറച്ചു നിൽക്കുന്നവരായിരുന്നു. അഷിർക്കി എന്നർത്ഥം, ഷിർക്കിൻ്റെ മേൽ ഉറച്ചു നിൽക്കുന്നവർ മാത്രമല്ല, വക്കാനു യഖൂലൂന ഇദാ മിത്നാ വകുന്നാ തുറാബൻ വഇളാമൻ അഇന്നാ ലമബ്ഊസ്. വക്കാനു യഖൂലൂന, അവർ പറഞ്ഞിരുന്നു, ഇദാ മിത്നാ, നാം മരിച്ചു പോയി കഴിഞ്ഞാൽ,
കുന്ന തുറാബൻ മണ്ണായി കഴിഞ്ഞാൽ, ഇളാമൻ എല്ലായി കഴിഞ്ഞാൽ, അപ്പോൾ മാംസം നിറഞ്ഞു നിൽക്കുന്ന ശരീരം മണ്ണിൽ കൊണ്ടുപോയി വെച്ച് മാംസം ദ്രവിച്ചു പോയിട്ട് മാംസമൊക്കെ മണ്ണായി പോയി ബാക്കി കുറച്ച് എല്ലുകൾ മാത്രം ബാക്കിയായ ആ നാം ആ ഇന്നാല മബോസ് നാം പുനർജീവിപ്പിക്കപ്പെടുമോ എന്നവർ ചോദിച്ചിരുന്നു. ആ ഇന്നാല മബോസ് എന്നുള്ളതിൽ ഫീൽ അവിടെ തഫ്സീർ ജലാനി ഫിൽ ഹംസത്തൈനി ഫിൽ മൗദി ഇനി രണ്ട് സ്ഥലത്തും ഇതാ മിത്ര എന്നുള്ളിടത്തും ഇന്ന എന്നുള്ള രണ്ട് സ്ഥലങ്ങളിലും രണ്ട് ഹംസയിലും രണ്ട് സ്ഥലങ്ങളിലും തഹ്കീക്ക് കൃത്യമായിട്ട് ഹംസ ഉച്ചരിച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തതിനെ സഹിലായിട്ട് ഉച്ചരിച്ചിട്ടുണ്ട്, സിമ്പിളായിട്ട് ഉച്ചരിച്ചിട്ടുണ്ട്. പിന്നെ രണ്ടിൻ്റെ ഇടയിൽ അലിഫ് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ രണ്ട് രണ്ട് മാർഗത്തിലും, അതായത് തഹ്കീക്കായിട്ട് ഉച്ചരിക്കുന്നതിൽ അലിഫ് കടത്തിയിട്ട് തസ്ഹീലായിട്ട് ഉച്ചരിക്കുന്നതിൽ അലിഫ് കടത്തിയിട്ട് രണ്ട് രീതിയിലുള്ള ഖിറാത്തുകൾ അവിടെ വന്നിട്ടുണ്ട്. ഖിറാത്താണ് അവിടെ വിശദീകരിച്ചത്. അപ്പൊ ഇതാ മിഥുനാവ കുന്ന തുറാബൻ മരണപ്പെട്ട് മണ്ണായി കഴിഞ്ഞാൽ വയലാൻ എല്ലായി കഴിഞ്ഞാൽ ഇന്നലെ മബൂസ് നാം പുനർജീവിക്കപ്പെടുമോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ഒന്ന്, പാപങ്ങളുടെ മേൽ ഉറച്ച് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ തെറ്റായ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചു. അള്ളാഹുവിനെ വഴിപ്പെടുന്നതിൽ ഒരു ക്ഷീണവും ഒരു പ്രയാസവും അവർ അനുഭവിച്ചിട്ടില്ല. വക്കാന യുസിറൂൻ അലൽ ഹിൻസിൽ അതിനാൽ വലിയ പാപം ആയിരിക്കുന്ന ഷിർക്കിന്റെ മേൽ ഉറച്ചു നിന്നിരുന്നു. എന്നിട്ട് ചോദിക്കും ചെയ്തിരുന്നു, നമ്മളിപ്പോൾ എല്ലും മണ്ണൊക്കെ ആയിക്കഴിഞ്ഞതിന് ശേഷം പുനർജീവിപ്പിക്കപ്പെടും എന്നാണോ പറയുന്നത് എന്നുള്ളത്. ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ